ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. താൻ കൊല്ലപ്പെടുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദി രേണു എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമായി താങ്കൾക്ക് തോന്നുന്നില്ല? ഒന്നാമത്തെ കാര്യം, താങ്കളുടെ ബന്ധുക്കൾ തന്നെ താങ്കളെ കൊല്ലാൻ നടക്കുകയാണ്. എന്നിട്ടും ഈ പ്രശ്നം കൊണ്ട് ആ പെണ്ണിന് തലയിൽ കെട്ടിവെക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ ഭാഗം പറഞ്ഞു. ഞാൻ ഒരാളെ കയ്യിൽ നിന്ന് സ്ഥലം രജിസ്റ്റർ ചെയ്ത് വാങ്ങിക്കുമ്പോഴാണ് അതിനെന്തെങ്കിലും പ്രശ്നമെങ്കിൽ അത് സ്റ്റോപ്പായി. എന്താണ് ബിഷപ്പ് ഈ കേൾക്കുന്നത്? ഒരു സഭയുടെ തലപ്പത്തിരിക്കുന്ന ബിഷപ്പ് എന്ന് പറയുന്നത് ഒരുപാട് പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി ഒരു സ്ത്രീയെ സമൂഹത്തിലേക്ക് ഇങ്ങനെയൊക്കെ വലിച്ചെറിയുമ്പോൾ നമുക്കുള്ള ഒരു പദവി പോലും ഓർക്കാതെയാണ് ഈ ബിഷപ്പ് സംസാരിക്കുന്നത്. ആ രേണു സുധിയെ ബിഗ് ബോക്സിലേക്ക് ചെന്നപ്പോൾ സുധിച്ചേട്ടാ ഞാൻ വന്നൂട്ടോ എന്ന് പറയുന്ന ഒരു രംഗം ഈ ബിഷപ്പ് അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. രേണുസുതി പോട്ടെ, ഒരു നാടക നടിയായിരിക്കാം, സിനിമയിൽ അഭിനയിക്കുന്നവളായിരിക്കാം, സീരിയൽ നടിയായിരിക്കാം. ഈ പറയുന്ന ബിഷപ്പ് എവിടെയായിരിക്കും അഭിനയിക്കുന്നത്? എന്തിനാ ബിഷപ്പേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്? ഈ ഒരു പൊതുസമൂഹത്തിന് നന്മ പറഞ്ഞു കൊടുക്കേണ്ട വ്യക്തി ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് ഒരു സ്ത്രീയെ ഇതുപോലെ തരം താഴ്ത്തി, അത് സഹായിച്ചതിൻ്റെ പേരിൽ ഈ രേണുസുതി ബിഷപ്പിനെ എന്താണാവോ ചെയ്തത്? ഇനി ആർക്കറിയാം? ബിഗ് ബോസിൽ നിന്ന് രേണുസുതി പുറത്തേക്ക് വരുമ്പോൾ മാത്രമേ ഇതിൻ്റെ സത്യാവസ്ഥകൾ അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിലും ബിഷപ്പിൻ്റെ കുടുംബം ബിഷപ്പിനെ കൊല്ലാൻ നടക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഷെഫീന ബീബി പറയുന്നത്. അവരിതിനെക്കുറിച്ച് അരച്ച് കലക്കി കുടിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഈ രേണുസുതി ബിഷപ്പിനെ വധഭീഷണി മുഴക്കിയെന്ന് അങ്ങനെ തന്നെ പറയുന്നത് തന്നെ ഒരു തെറ്റല്ലേ? അതൊരു ക്രിമിനൽ കുറ്റമല്ലേ? സമൂഹത്തിലേക്ക് കൊടുക്കുന്ന നല്ല നല്ല ഉപദേശങ്ങളൊന്നും അല്ലല്ലോ അച്ഛൻ കൊടുക്കുന്നത്. ഈ കുരിശും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ സമൂഹത്തിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്തു, അത്രയേ ഉള്ളൂ. കുറച്ച് സ്ഥലം കൊടുത്തതിൻ്റെ പേരിലാണോ ഇങ്ങനെയൊക്കെ? അച്ഛൻ തന്നെ പറയുന്നുണ്ട്, ബിഷപ്പ് തന്നെ പറയുന്നുണ്ട്, ഞാൻ സുധിയുടെ 2ാം ചരമവാർഷികത്തിന് പോയിന്നോ, പ്രയറിൽ മാത്രമേ പങ്കെടുത്തുള്ളൂ എന്നോ. അതൊക്കെ ശരി. ഇപ്പം ഈ ബിഗ് ബോക്സിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ എവിടെ നിന്ന് വന്നു? ഈ ബിഷപ്പ് എവിടെ നിന്ന് വന്നു? ഈ സഭയ്ക്ക് തലപ്പത്തിരിക്കുന്ന ബിഷപ്പ് ഇങ്ങനെ പറഞ്ഞത് വളരെ മോശമാണ്. നമ്മുടെ വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുതെന്നാണ് ഒരു നിയമപരമായിട്ട് പഴയ കാരണവന്മാർ പറയുന്നത്. അതല്ലല്ലോ, ഇടം കൈയും അറിഞ്ഞില്ല, വലം കൈയും അറിഞ്ഞില്ല. സമൂഹം മൊത്തം അങ്ങ് നാറ്റിച്ചു ബിഷപ്പ്. അതിൻ്റെ കൂടെ ബിഷപ്പ് അങ്ങ് നാറി, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ബിഷപ്പ് പറയുന്നു അവർക്കിടെ അടുത്ത് വരെ അയൽവക്കത്ത് വരെ ആൾക്കാർ താമസിക്കാൻ ആൾക്കാർ വരില്ല എന്ന്. കാര്യം പറഞ്ഞാൽ രേണുസുതി കൊള്ളില്ല, സമൂഹത്തിന് നല്ലൊരു ആളല്ല, നുണ കൊണ്ട് വേലി കെട്ടുന്ന ആളാണ്. സമൂഹത്തിൽ പലതും പറഞ്ഞു ഇതാക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, ഒരു സ്ത്രീയല്ലേ, അവർ ജീവിക്കാൻ വേണ്ടി വല്ലതും കാണിക്കട്ടെ. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ, അതിലൊക്കെ എന്തിനാ നമ്മൾ ഇടപെടണേ? ബിഷപ്പ് ഇങ്ങനെ നാടകത്തിൽ അഭിനയിക്കണേക്കാളും തുല്യമായിട്ട് വന്നിരുന്ന് അതിന് തന്നെ എന്തൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. ലിപ്സ്റ്റിക് ഇട്ടു, ഫേഷ്യൽ ചെയ്തു, ഡൈ അടിച്ചു. ഇതൊക്കെ എന്തിനാ ബിഷപ്പെ ആൾക്കാരെയും കൊണ്ട് പറയുന്നത്? ഇതിൻ്റെ വല്ലതും ആവശ്യമുണ്ടോ ബിഷപ്പിന്? വെറുതെ ഇരുന്നായിരുന്നെങ്കിൽ. പൊതുസമൂഹത്തിന് നന്മ പറഞ്ഞു കൊടുക്കേണ്ട ആൾ വന്നിട്ട് ഒരു സ്ത്രീയെ കൂട്ടിപ്പിടിച്ചിരുന്ന പ്രാക്കാണ്. അതൊക്കെ അത്ര ശരിയാണോ? എന്തായാലും എൻ്റെ ഈ കൊച്ചു ചാനലിലും ചിലപ്പോൾ ഭീഷണി വന്നേക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരേക്കും ടാറ്റാ.